നിങ്ങളുടെ നാട്ടിൽ ഈ പഴത്തിന് എന്താ പേര് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഈ പഴത്തിനെ പനമ്പഴം എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ പാലക്കാടുള്ള ഒരു ചെറിയൊരു കാവശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണേ. നടക്കടാ. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം 7-ാം ദിവസം നട തുറക്കുന്ന അതിൻ്റെ ഉത്സവത്തിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ നിറയെ പനകളുണ്ടേ. അപ്പോൾ അവിടെ നിറയെ പനയിൽ നിന്ന് ഇങ്ങനെ ഈ പഴം വീണ് കിടക്കുക. അപ്പോൾ ഞങ്ങളതെടുത്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതെടുത്ത് നോക്കുക. വേണ്ട, എടുത്തിട്ട് വാ. പാടത്തൂടെ കുറേ ദൂരം നടന്നിട്ടാണ് കോവിലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നടക്കുമ്പോൾ നല്ല അവിടെ നിറയെ പാടങ്ങളാണ്. ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് എല്ലാവിടെയും നല്ല ഭംഗിയായി കിടപ്പുണ്ട്. നിറയെ പനകളാണ് അതിൻ്റെ ചുറ്റോട് ചുറ്റും. നിറയെ പനൻ്റെ പഴങ്ങൾ നിറയെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ശിവാങ്ക് ഇത് എല്ലാം എടുക്കാൻ നോക്കുക അവിടെ നിന്ന്. വേണ്ട, അവിടെയൊക്കെ പാമ്പുണ്ടാവും. അങ്ങ് വന്ന് വീഴും. ഇപ്പൂട്ടന് ഇതെല്ലാം അറിയാം. അവന് ഇത് പനമ്പഴം എല്ലാം കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ ശിവാങ്ക് പനമ്പഴം ഒന്നും ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൻ അതൊക്കെ എടുക്കണം. തറയിൽ നിറയെ വീണ് കിടക്കണ്ട, അതെല്ലാം പോയി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. വഴിയിലിങ്ങനെ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചാടി വലിച്ചൊക്കെ എടുത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരുന്നത്. നമുക്ക് അവിടെ ഒരു പാമ്പിൻ്റെ പുറ്റൊക്കെ കാണാം. ഒരെണ്ണം മതിയല്ലോ അത്. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് മുറിച്ച് നോക്കാം, ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഉണ്ടാവും. നോക്കി മുറിച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഒരു ചുവപ്പ് കളർന്ന ഒരു മഞ്ഞ കളറായിട്ട്. ഇതിൻ്റെ മണമാണെങ്കിലോ ഭയങ്കര നല്ല മണമാണ്.